എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ രാവിലെ നമ്മൾ സാധാരണ റൂട്ടീൻ ഉണ്ടല്ലോ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അടിയും തൊടയൊക്കെ ചെയ്യണം. ഇനി അതൊക്കെയാണ് എൻ്റെ പണി കേട്ടോ. അപ്പോൾ എൻ്റെ പൂച്ച ഉണ്ടോ, ഞാൻ പുറത്തിറങ്ങുമ്പോൾ അവന് പുറത്തിറങ്ങാൻ പറ്റുമോ നോക്കുകയാണ്. അവന് സ്കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. താഴെ പോയിട്ട് ഏറ്റവും താഴെ പോയി കാറ് വെച്ച് പിന്നെ നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ അടിയിൽ ഏതെങ്കിലും ഒരു കാറിൻ്റെ അടിയിൽ പോയി ഇരിക്കലാണ് പ്രധാന വിനോദം. അതുകൊണ്ട് സമ്മതിക്കാറില്ല. കാരണം ഇത് കാറ് എടുക്കുന്ന ആൾക്കാർ അറിയാൻ പറ്റില്ല, പെട്ടെന്ന് ഇത് അതിൻ്റെ ഉള്ളിൽ പെട്ടാൽ പോയില്ലേ. അതുകൊണ്ട് നമ്മളിപ്പോൾ സമ്മതിക്കാറേ ഇല്ല ഇപ്പോൾ താഴെ ഇറങ്ങാൻ. അവൻ ഭയങ്കര സൂത്രശാലിയാണ്, റെഡിയായി നിൽക്കുകയാണ്. ഒരു മിനിറ്റ് തെറ്റിയാൽ അവൻ പോവും. പിന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കാനില്ലെന്നറിയോ, നമ്മൾ 45-46 വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ നമ്മളിങ്ങനെ എന്താണ് ചെയ്യേണ്ടത്? കുട്ടികളൊക്കെ നമുക്ക് ജോലിയായി, പിന്നെ നമ്മൾ ഒറ്റക്ക് നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. ഞാനൊരു കുക്കിംഗ് വീഡിയോ അല്ല ഇന്നത്തത്. ഞാൻ ആൾക്കാരോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് തന്നെ പിന്നെ ജീവിക്കണം. ഇനി നമുക്ക് കിട്ടുന്നത് ചെറിയ എണ്ണുന്ന ഒരു ടൈം മാത്രമേ നമുക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഞാൻ 2 വർഷത്തിന് മുമ്പിട്ട് ഞാൻ ആലോചിച്ചതായിരുന്നു, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഒന്നുമില്ല, നമുക്ക് വേറെ ചിന്തകളൊന്നും വരാതെ നമ്മളെ മാത്രം ഒരു കാര്യങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ വരുമ്പം നമുക്ക് വേറെ ചിന്തയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇനി എഡിറ്റിംഗ് ചെയ്യണം, അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു, പക്ഷേ ഞാൻ കുട്ടികളോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ വലിയ പാടാണ്, വേണ്ട, അങ്ങനെ ചെയ്യാൻ വേണ്ട, ഇഷ്ടമല്ല എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ ഒരു വഴിയും ഇല്ലെന്ന് കണ്ടപ്പോൾ ഞാനൊരു ഇപ്പം ഈ ഒരു ഒക്ടോബർ 19 തീയതി ഞാൻ വിചാരിച്ചു എന്തായാലും തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ യൂട്യൂബ് വഴി എങ്ങനെയാണ് ഇത് എഡിറ്റിങ് ചെയ്യേണ്ടത്, എന്താണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ച് ഞാൻ തുടങ്ങിയതാണ് കേട്ടോ. ഞാനൊരു ഏണിങ്സ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഇത് തുടങ്ങിയിട്ടുള്ളത്. കാരണം ഏണിങ്സ് കിട്ടിയാലും പൈസ കിട്ടിയാൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ. പക്ഷേ ഏണിങ്സിലുപരി നമ്മളെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ എന്താണ് ആഗ്രഹം അത് ചെയ്തേ പറ്റും നമ്മൾ കേട്ടോ. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം വെച്ചാൽ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. ഈ ഒരു 50 വർഷക്കാലം നമ്മൾ മറ്റ് കുട്ടികൾക്ക് വേണ്ടി, ഹസ്ബൻഡിന് വേണ്ടിയിട്ടൊക്കെയാണെങ്കിലും നമ്മൾ ജീവിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലൊന്നും ബോധേഡാവാൻ പാടില്ല. സത്യം പറയട്ടെ, ഹസ്ബൻഡിന് എന്താ തോന്നുന്നു ഹസ്ബൻഡ് ചെയ്യുന്നില്ലേ, നമുക്ക് എന്താ തോന്നുന്നു നമ്മൾ ചെയ്യണം. എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ എന്തും ചെയ്യാമെന്നല്ല പറയുന്നത്. പക്ഷേ നമുക്ക് ജെന്യുവനായിട്ട് ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാണ്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് എന്താണ്, നമുക്ക് ഹോബീസ് എന്തൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാമേ. അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ തള്ളക്ക് വേറെ പണിയൊന്നും ഇല്ല, എന്തിനാണ് ഈ ചാനൽ തുടങ്ങിയത്? ഇതാണ്. പിന്നെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കുഴപ്പമൊന്നുമില്ല, അവർ ചാനൽ ഇതിൽ വരുന്നില്ല, വീഡിയോയിൽ വരുത്തുന്നില്ല. അപ്പം പിന്നെ അതുകൊണ്ട് പക്ഷേ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യമൊക്കെ പറയും വേണ്ട അമ്മേ, പിന്നെ യൂട്യൂബ് എല്ലാ കാര്യങ്ങളും പുറത്ത് നമ്മൾ പറയേണ്ടി വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ നിരുത്സാഹപ്പെടുത്താറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അമ്മയുടെ ഇഷ്ടം എന്താ അത് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം പിന്നെ ഞാൻ ഇത് ലഞ്ച് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പരിപ്പും എരിശ്ശേരി കറിയാണ് അത് തന്നെയാണ് ഇന്നും ഉണ്ടാക്കുന്നത്. കാരണം ഒരു പീസ് ബാക്കിയുള്ളതുകൊണ്ട് ഇന്നും അത് തന്നെ അയില കിട്ടിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അയില വറുക്കണം, കുറച്ച് മുളകിടണം, പിന്നെ ഒരു പയറ് തോരണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി കേട്ടോ. പയറ് ബാക്കിയുണ്ടായേ കുറച്ച്, പക്ഷേ ചെറിയ മോനത് കഴിക്കത്തില്ല പയറ്. അപ്പം അത്രയേ വേണ്ടും. രാത്രിയല്ലേ ഉള്ളൂ, ഉച്ചക്ക് ഇല്ലല്ലോ അവർ. അപ്പോൾ പിന്നെ അതുകൊണ്ട് പകുതി അവിടെ വെച്ചിട്ടുണ്ടായി. അതുകൊണ്ട് അത് ഞാൻ എന്ത് ചെയ്തു, അത് തോരനുണ്ടാക്കണം. ഇത്രയൊക്കെ പണിയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇൻഡോറിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വെള്ളം നനക്കാത്ത കുറേ ദിവസങ്ങളായി കേട്ടോ. ഞാൻ എല്ലാം കിച്ചണിൽ കൊണ്ടുവന്ന് വെള്ളം നനച്ചിട്ടാണ് കൊണ്ടുപോയി വെക്കുക. കാരണം വെള്ളം നമുക്ക് വെള്ളം അതിൽ തങ്ങി കിടക്കും. നമ്മൾ വേറെ അടിയിലൊരു പോട്ട് വെച്ചാലും അതിൽ വെള്ളമാവും. അപ്പം പിന്നെ അതൊക്കെ കിട്ടുപോകാനാണ് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനതൊക്കെ പിന്നെ കിച്ചണിൽ കൊണ്ടുവന്ന് അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അങ്ങോട്ട് കൊണ്ടുവെക്കാറുള്ളൂ കേട്ടോ. അതൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ കുറച്ച് പണിയുണ്ട്. പിന്നെ വലിയ പണിയൊന്നുമില്ല. ഇനി ഇത് കഴിഞ്ഞാൽ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഡിറ്റിങ്, വോയിസ് ഓവറൊക്കെ കൊടുക്കണം. അതൊക്കെ ഒരു പണി തന്നെയാണ്. അങ്ങനെയുള്ള പണികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ ചിന്തയൊന്നുമില്ല, വേറെ കാര്യങ്ങളൊന്നും ഇങ്ങനെ ആലോചിച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരിക്കുമല്ലോ. അപ്പം എന്നെ കാണുന്നത് ഭൂരിഭാഗവും എനിക്കറിയാം, എന്നെ പോലത്തെ സ്ത്രീകൾ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അവരോടും അറിയാണ് നമുക്ക് എന്താണ് സന്തോഷം തരുന്നത്, അത് നമ്മൾ ചെയ്യാം കേട്ടോ.
എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന അങ്ങനെയുള്ളതൊന്നല്ല ഞാൻ പറയുന്നത്. സാധാരണ ജെനുവിനായിട്ടുള്ള വളരെ ആർക്കും ദ്രോഹമില്ലാത്ത കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആർക്കും ദ്രോഹമില്ല, നമ്മൾ കിച്ചണിലെ കാര്യങ്ങൾ കാണിക്കുന്നു, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് രാവിലെ എന്ന് കാണിക്കുന്നു, ഇത്രയൊക്കെയല്ലേ നമ്മൾ കാണിക്കുന്നത്. വേറെ ഒന്നും നമ്മൾ കാണിക്കുന്നില്ലല്ലോ. അപ്പം മീൻ വറുക്കണം കേട്ടോ. 2 അയില എടുത്ത് വറുത്തു, 1 അയിലയും കുറച്ച് തലയൊക്കെ എടുത്ത് മുളകിട്ടു കേട്ടോ. ഇതാണ് 1 അയില ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. 1 അയില, 8 അയില, കാരണം നാളെ സാമ്പാറും ഇഡ്ഡലിയാണ്. അപ്പോൾ കറിയുമായി ഉച്ചക്ക് മൂത്താൾ മാത്രമേ ഉണ്ടാവും, ഒരു മോനും മാത്രമേ ഉണ്ടാവും. അപ്പം വറുത്ത് 1 അയില മതിയല്ലോ. അത് വറുക്കാവിന് വറുത്തുകൊടുക്കാന്ന് വെച്ചു. കാരണം ഇവിടെ ബാംഗ്ലൂർ നല്ല വിലയാണ് കേട്ടോ മീനെല്ലാം. നാട്ടിലെൻ്റെ ഡബിളും നല്ല ത്രിബിളാന്ന് തോന്നും, അത്രയും വിലയാണ്. അപ്പം നമുക്ക് ഡെയിലി മീൻ വാങ്ങി കഴിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ചിലവായിരിക്കും. ഇവിടുത്തെ വാടക, ഇവിടുത്തെ ജീവിതം ഒക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പം ഡെയിലി മീൻ മേടിക്കുന്നത്, എന്നാലും ഞാൻ മേടിക്കും, പക്ഷേ എന്നാലും ഡെയിലി വാങ്ങത്തില്ല. ഇന്ന് വാങ്ങിയ നാളത്തേക്ക് ഞാനൊരു കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം നമുക്ക് ശനി ഞായറൊക്കെ ആകുമ്പോൾ എന്ത് ചിക്കനോ എന്തെങ്കിലും ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി അരി കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ആ കുക്കറിലുള്ളത് പരിപ്പാണ്, അതായിട്ട് വേണം നമുക്ക് അരി കഴുകിയിടാൻ വേണ്ടിയിട്ട്. ചോറിന് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അധികവും ഇത് നമ്മളെ ഇതിലാണ് ചെയ്യുക, ഇൻറ്റൻഷനിലാണ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇലക്ട്രിസിറ്റി ഫ്രീ ആണ്. അത് ഇലക്ട്രിസിറ്റി ഫ്രീ ആയതുകൊണ്ട് ഇതിപ്പം 200 അങ്ങനെയാണെന്ന് തോന്നുന്നു. 200 യൂണിറ്റിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി അടക്കണം. പക്ഷേ ഞാൻ 200 യൂണിറ്റ് കുറവാണെങ്കിൽ അടക്കണ്ട, അങ്ങനെയാണേ ഒരു പരിപാടി. അപ്പോൾ അത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ അറിയില്ലായിരുന്നു. അപ്പം ഞാനിവിടെ നിന്നത് ആദ്യം കുറച്ച് കോളേജ് കുട്ടികളാണ് നിന്നിട്ടുണ്ടായിരുന്നു പറയുന്ന കേട്ടു. അപ്പോൾ അവർ ചെയ്ത് വെച്ചത് കൊണ്ട് ഞാനിങ്ങനെ മാസത്തിൽ 2000-2500 വരുമ്പോൾ ഞാനങ്ങനെ അടച്ചു പോകും. മാസത്തിലാണ് ഇവിടെ കറണ്ട് ബില്ല് വരിക. അപ്പോൾ ഞാനതങ്ങനെ അടച്ചു പോകും, അറിയുന്നില്ല. പക്ഷേ എൻ്റെ ബില്ലിൽ എപ്പോഴും -8,000 -9,000 അങ്ങനെ വരുന്നു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വിചാരിച്ച് ഞാൻ എന്താണ് ഈശ്വര ഇത് എക്സ്ട്രാ അടക്കേണ്ടതാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാനങ്ങനെ എൻ്റെ മോനോട് ബെസ്കോം എന്നാണ് ഇവിടുത്തെ ഇതിന് പറയാം. അപ്പം അതിന് അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് അടക്കേണ്ട ആവശ്യമില്ല, ഈ മൈനസ് വരുന്നത് എപ്പോൾ പ്ലസ് ആവുന്നു അന്നേ അടക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ കറണ്ട് ബില്ലിൽ ഇപ്പം വരുന്നതൊക്കെ മൈനസാണ്, -7,000 അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് പാവക്ക ഞാൻ ഒന്ന് വെയിലത്ത് ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഉണക്കമുളക് അന്ന് കഴുകിയിട്ടതാണ്, പക്ഷേ ശരിക്കും ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് വെയിലിന് വെച്ചതാണ് കേട്ടോ. പിന്നെ അടുക്കളയിലേക്കാണ് പോകുന്നത്. മീനൊക്കെ വറുക്കണം, പിന്നെ കുറച്ച് പണിയുണ്ട്. പിന്നെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയില്ല. ഇനിയിപ്പം പിന്നെ നമ്മുടെ ചട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയുണ്ട് ഒരു പ്ലാന്റ്. അത് വലിയ ഇതൊന്നും ആവുന്നില്ല കേട്ടോ, കുഴപ്പമില്ല എന്നല്ലാണ്ട് വലിയ വളർച്ചയൊന്നും വരുന്നില്ല. കാരണം അവിടെ നിന്നാണെങ്കിൽ നല്ല വെയിലിൻ്റെ ഇതുകൊണ്ട് എന്തുകൊണ്ടാണ് നന്നായിട്ട് വരുന്നൊന്നുമില്ല, കുഴപ്പമില്ല. എന്നാലും വെള്ളം നനച്ച് കൊടുക്കട്ടെ. അപ്പം പിന്നെ വെള്ളം നനക്കാമെന്ന് വിചാരിച്ചു വേണ്ട നാളെ നനക്കാമെന്ന്. പിന്നെ വെള്ളം നനക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഇതില്ലേ ജനൽ, അതിൻ്റെ മേലൊക്കെ ചെടികളാണ്. അപ്പം അതിന് ഞാനൊരു ഇത് വെച്ചിട്ടുണ്ട്. ഇത് അലോവേര ഞാനൊരു ചെറിയ ചെടി വെച്ചതാണ്. സാധാരണ അലോവേരക്ക് നല്ല വെയിൽ വേണമെന്ന് പറയുന്നേക്കാം. പക്ഷെ ഞാൻ അലോവേര അവിടെ വെച്ച് പിന്നെ വെള്ളമൊക്കെ ഇങ്ങനെ ഞാൻ കുറച്ച് ചെയ്ത് കൊടുക്കും. പക്ഷേ അത് നല്ലോണം നന്നായിട്ടുണ്ട് കേട്ടോ. ആ ജനലിൻ്റെ അടുത്ത് നല്ല വെയിലാണ്, എന്നാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും വെച്ച് അങ്ങനെ പിന്നെ ബാക്കിയുള്ള ഏതൊക്കെയോ ചെടികളുണ്ട്, ചെറിയ ചെറിയ ചെടികളൊക്കെ, പിന്നെ കുറച്ച് മണി പ്ലാന്റ്സൊക്കെ, അതിനൊക്കെ വെള്ളം നനച്ച് ഞാനതൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഇനി കുറച്ച് പാത്രമൊക്കെ കഴുകി ആക്കാനേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമാണേ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി, നമ്മുടെ ഹോം ടൂർ, നമ്മുടെ ഇവിടെ വാടക വീടാണ്, എന്നാലും ഹോം ടൂർ പോലെ ഒരു വീഡിയോ ഇട്ടിട്ട് അതൊക്കെ പോയി ഒന്ന് കാണണം കേട്ടോ. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് കുറേ ആൾക്കാർ കാണുമ്പോഴല്ലേ നമുക്ക് ആ വീഡിയോ ഇടാനുള്ളൊരു പിന്നെ ഒരു ടെൻഡൻസി വരത്തുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ഒക്കെ പയറൊക്കെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറയാമെന്ന് വെച്ചാൽ നമ്മളിനി നാട്ടിലേക്ക് ഷിഫ്റ്റ് ആവേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അതൊക്കെ ടെൻഷൻ ഉണ്ട് എനിക്ക് കേട്ടോ. വെച്ചാൽ പൂർണ്ണമായി പോകുന്നത് വലിയ താല്പര്യമില്ല. കാരണം വെച്ചാൽ കാരണങ്ങൾ പറയാമെന്ന് വെച്ചാൽ അത് നമുക്ക് പിന്നെ പറയാം.
അപ്പോൾ അതൊക്കെ ഉണ്ട്, അങ്ങനെ അതൊക്കെയുള്ള ടെൻഷനുണ്ട്. പക്ഷേ ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. എനിക്ക് ഭയങ്കര ധൈര്യമാണ് എല്ലാ കാര്യത്തിനും. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് വന്നിട്ടുള്ളത്. അപ്പം പിന്നെ ഇനി ഉച്ചയ്ക്ക് ശേഷം എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് അവനവൻ്റെ കാര്യങ്ങളും നോക്കി ഇരിക്കുകയായി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.